1980-കളിലെ ഒരു സിനിമ കണ്ട പ്രതീതിയാണ് ദ ഗോസ്പൽ വായിക്കുമ്പോൾ. കാര്യം, ഒരു ആപത്ത് നടക്കുന്ന സമയത്ത് ഹീറോ കൃത്യസമയത്ത് പറന്നിറങ്ങില്ലേ, അതേ സ്റ്റൈലിലാണ് ദ ഗോസ്പലിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദ ഗോസ്പൽ തുടങ്ങുന്നത് 2 പ്രവചനങ്ങളെ ഒരുമിച്ച് ചേർത്തിട്ടാണ്. ഒന്ന്, ജെറുസലേം ദേവാലയത്തിൻ്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ആ തകർച്ച. അത് AD 70 സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അത് യേശു പറയുന്നുണ്ട്. അന്ന് നടക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് യേശു എക്സ്പ്ലെയിൻ ചെയ്യും. അന്ന് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിലായിരിക്കണം നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്, അന്ന് എങ്ങനെയൊക്കെ ആയിരിക്കും ആ ക്രൂരമായ സമയങ്ങൾ നടക്കുന്നത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ യേശു പറയും. 2ാമത്തെ പ്രവചനം യേശു പറയുന്നത് മനുഷ്യപുത്രൻ്റെ 2ാം വരവാണ്. ഈ 2ാം വരവ് കൃത്യസമയത്താണ്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള ഒരു വേദന നടക്കുമ്പോൾ, ഒരു ദുരന്തം നടക്കുമ്പോൾ, ഒരു സഹനം നടക്കുമ്പോൾ, ആ സമയത്ത് നിങ്ങളുടെ ഹീറോ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഗോസ്പൽ എൻഡ് ചെയ്യുമ്പോൾ വളരെ പ്രത്യാശയുടെ ഒരു വാക്കായിട്ടാണ് എൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവാൻ, നിങ്ങൾ തല ഒരിക്കലും കുനിച്ച് കളയരുത്. കാര്യം, നിങ്ങളുടെ വിമോചനത്തിൻ്റെ സമയം ആയിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും അധികം വേദനയിൽ കടന്നു പോകുന്നതെന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹീറോ നിങ്ങളുടെ അടുത്തെത്തും, നിങ്ങളെ രക്ഷിക്കും. അതാണ് സെക്കൻഡ് കമ്മിങ്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഓർക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഫേമസ് ഡയലോഗില്ലേ, നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന്. ഓരോ വേദനകളുണ്ടാകുമ്പോഴും നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഹീറോ കൃത്യസമയത്ത് ജീവിതത്തിൽ ഇടപെടും. അതാണ് ഈ ഗോസ്പലിൻ്റെ വെളിച്ചം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണീരോടെ പ്രാർത്ഥിച്ചെന്ന ദൈവം താഴേക്കിറങ്ങി വരും, വന്നു നിന്നോട് ചേർന്നു നിൽക്കും. നീ ദൈവത്തോട് നിലവിളിച്ച, നീ കണ്ണീരോടെ പ്രാർത്ഥിച്ചെന്ന ദൈവം താഴേക്കിറങ്ങി വരും, വന്നു നിന്നോട് ചേർന്നു നിൽക്കും. സർവശക്തനോടു നീ പ്രാർത്ഥിക്കുക, പാപത്തിൻ മറ നീക്കി അടുത്തുകൊള്ളുക. അനുതപിച്ചാൽ ദൈവം അനുഗ്രഹിക്കും, രോഗം കടം ഭാരങ്ങൾ അകന്നു മാറും. നീ ദൈവത്തോട് നിലവിളിച്ച, നീ കണ്ണീരോടെ പ്രാർത്ഥിച്ചെന്ന ദൈവം താഴേക്കിറങ്ങി വരും, വന്നു നിന്നോട് ചേർന്നു നിൽക്കും. നീ ദൈവത്തോട് നിലവിളിച്ച, നീ കണ്ണീരോടെ പ്രാർത്ഥിച്ചെന്ന ദൈവം താഴേക്കിറങ്ങി വരും, വന്നു നിന്നോട് ചേർന്നു നിൽക്കും.
ദൈവത്തോട് നിലവിളിച്ചാൽ നീ കണ്ണീർ